ഹായ്, ഉറങ്ങാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ ഇഷ്ടമാണ്, പക്ഷെ സാധിക്കാറുണ്ടോ? ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിട്ടും ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും അസറ്റും എന്താണെന്ന് അറിയുമോ? കൃത്യമായിട്ട് 8 മണിക്കൂർ പോട്ടെ, ഒരു 6 മണിക്കൂറെങ്കിലും ഡീപ്പ് സ്ലീപ്പായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. അതായത് വേറൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. നിങ്ങൾക്കതിന് സാധിക്കാറുണ്ടോ? സാധിക്കാത്തത് പലപ്പോഴും പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഗാഡ്ജറ്റ്സുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഉറക്കം വന്നാലും നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ നോക്കി പിന്നെ നമ്മളുടെ ഫോക്കസും കാര്യങ്ങളൊക്കെ മാറിപ്പോകും. അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ടെൻഷൻ, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. ജോലിയിലുള്ള സ്ട്രെസ്സ് ഉറക്കത്തെ ബാധിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ അവസ്ഥകളെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ജോലി മാറ്റാൻ പറ്റില്ല, വീട്ടിലത്തെ സിറ്റുവേഷൻ മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ അങ്ങനെയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഒരു 6 മണിക്കൂർ ഉറങ്ങിയാലോ? അങ്ങനെയുള്ള ടിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇറ്റ്സ് മീ ഷബ്ന സുൽത്താൻ, ദി ഹാർട്ട്ഫുൾ ലിസണർ ആൻഡ് ഹാപ്പിനെസ് കോച്ച്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളത് അത് കമൻറ്റിൽ ചോദിക്കുകയും ചെയ്യുക. ഓക്കെ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുൻപായിട്ട് ചെയ്യേണ്ട കാര്യം, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കുക. ക്ലിയർ? അതായത് നമ്മൾ 10 മണിക്കെങ്കിലും ഉറങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 8 മണിക്കോ അതിന് മുൻപായിട്ടോ ഭക്ഷണം കഴിക്കുക. പിന്നെ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. എസ്പെഷ്യലി രാത്രി നമ്മൾ ജങ്ക് ഫുഡുകളും കൂടുതൽ മധുരമായിട്ടുള്ള ഫുഡുകളും സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഒഴിവാക്കിയാണ് ഏറ്റവും നല്ലത്. ക്ലിയർ? ഇനി നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 1/2 മണിക്കൂർ മുൻപെങ്കിൽ ഗാഡ്ജറ്റ്സുകൾ, അതായത് ഫോണ്, ലാപ്ടോപ്പ്, TV അതെല്ലാം മാറ്റി നിർത്തുക. ക്ലിയർ? ഇത് എന്തിനാണെന്ന് കൂടെ പറയാം. നമ്മളുടെ ബോഡിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അതെല്ലാം നമ്മളുടെ ബ്രെയിൻ കേൾക്കുന്നുണ്ട്. അതാണ് ബ്രെയിൻ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഉറങ്ങാൻ പോകുകയാണ്, അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ പഠിപ്പിക്കുകയാണ് ഇതിലൂടെ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെക്കുക. നിങ്ങൾക്ക് കുട്ടികളോടൊപ്പം സംസാരിക്കാം, ബെഡിൽ ഇരുന്ന് കഥകൾ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നാളത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, എഴുതാം, ഒക്കെ ചെയ്യാം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ബെഡ് എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനുള്ളൊരു സ്ഥലമാണ്. അവിടെ കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ എപ്പോഴും ബെഡ് എപ്പോഴും നീറ്റായിട്ട് വെക്കണം. നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നതാണ്, കുറേ മടക്കാനുള്ള തുണികളൊക്കെ ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. രാത്രി മാത്രമാണ് അത് എടുത്ത് മറ്റൊരു സ്ഥലത്തോട്ട് വെക്കുള്ളൂ. അങ്ങനെ ചെയ്യരുത്. ബെഡ് എന്ന് വെച്ചത് ബെഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറങ്ങാനുള്ള ഒരു ഇൻസൈറ്റ് ആയിട്ട് മൈൻഡിന് കൊടുക്കണം. ക്ലിയർ? നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ റൂം സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കിടക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നു. ഫാമിലി ടൈമാണ്. കുട്ടികളായിട്ടൊക്കെ നമുക്ക് ആ സമയത്ത് പല കാര്യങ്ങളും ചർച്ച ചെയ്യാവുന്നതാണ്. ഇതേ സമയം ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികളുള്ളവരാണ് എങ്കിൽ, നമ്മളിപ്പോൾ പാരൻസ് ഒക്കെ ആണ് എങ്കിൽ, രാവിലെ എഴുന്നേൽക്കാത്ത മക്കളാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നില്ല, പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യുന്നവരാണ് ഒക്കെ നമ്മൾ പറയുന്നതാണ്. ഇതേ സമയം നിങ്ങളൊരു 20 മിനിറ്റോ 10 മിനിറ്റോ മക്കളുടെ കൂടെ ബെഡിൽ ഇരുന്നു കൊണ്ട് നാളെ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എപ്പോഴാണ് എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കുട്ടികളോട് തന്നെ ചോദിക്കാം. ക്ലിയർ? അപ്പോൾ അവരൊരു ഉത്തരം പറയും. അപ്പോൾ അതിനെ നമ്മൾ പിന്നെയും ലേറ്റ് ആക്കി കൊണ്ടുവന്നിട്ട്, മോൻ രാവിലെ എത്രയും നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഉമ്മാക്ക് അല്ലെങ്കിൽ ഉപ്പാക്ക് നല്ല സന്തോഷവും. അങ്ങനെ എഴുന്നേൽക്കുന്നവർക്കാണ് കൂടുതൽ പഠിക്കാനും മെച്ചപ്പെട്ട രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സ്ഥലത്ത് നമ്മളുടെ മൈൻഡ് ഒരു ആൽഫ സ്റ്റേജിലായിരിക്കും. എന്തും പറയുന്നതും കേൾക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിരിക്കും. മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ഈ ഒരു 20 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ കിടക്കാൻ ഉദ്ദേശിക്കുന്നു. കിടക്കുന്ന സമയത്ത് നിവർന്ന് കിടക്കുക, അല്പം വെള്ളം വേണമെങ്കിൽ കുടിക്കാം, എന്നിട്ട് നിവർന്ന് കിടക്കുക. ഒരുപാട് ദിവസമായിട്ട് നമ്മൾ എത്ര കിടന്നാലും, ചെരിഞ്ഞു കിടന്നാലും തിരിഞ്ഞു കിടന്നാലും ഒക്കെ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡീനെയും മൈൻഡിനെയും എഗെയിൻ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. യെസ്, ഞാൻ ഉറങ്ങാൻ തയ്യാറായിരിക്കുന്നു. നിങ്ങൾ നിവർന്ന് കിടക്കുക. ശേഷം ഇനിയൊരു ബ്രീത്തിങ് എക്സസൈസാണ്. ക്ലിയർ? ശ്രദ്ധിച്ച് കേൾക്കുക. ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചിന്തകളെല്ലാം പല രീതിയിൽ സ്ട്രെസ്സായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ശരീരത്തിൻ്റെ പല ഭാഗത്തും ഒരു ഭാരം നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആദ്യം നമ്മുടെ ബോഡീനെ നമ്മൾ റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം മൈൻഡിനെ, അതിന് വേണ്ടിയിട്ട് ബ്രീത്ത് എടുക്കുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ബ്രീത്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പാർട്ടിന് വേണ്ടിയിട്ടാണ് ബ്രീത്ത് എടുക്കുന്നത്. ബോഡി ഫുള്ളായിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കണേ, ബോഡി ഫുള്ളായിട്ട് റിലാക്സ് ചെയ്യാൻ. കിടന്നതിന് ശേഷം ഒന്ന് നന്നായി ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക.
ബ്രീത്ത്സ് ഇൻ, ബ്രീത്ത്സ് ഔട്ട്. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ മൂക്കിനുള്ളിലൂടെ നന്നായി ശ്വാസം എടുക്കുക. വായ തുറന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു 3 തവണ നമ്മൾ ചെയ്യുക. ക്ലിയർ? എന്നതിന് ശേഷം കാൽപാദത്തിലോട്ട് ശ്രദ്ധിക്കുക. കാൽപാദത്തിലോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇനിയൊരു ബ്രീത്ത് എടുക്കുമ്പോൾ കാല് നന്നായി സ്ട്രെസ് ചെയ്യുക. അതായത് ഒരു ബലം, അതായത് കാലിങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബലം കൊടുക്കുക, നമ്മൾ അമർത്തിയിട്ടൊരു ബലം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടേക്കൊരു സ്ട്രെസ് വരും. എന്നിട്ട് നമ്മളത് റിലാക്സ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കൈ നോക്കൂ, നമ്മളിവിടെ ഇങ്ങനെ നന്നായി ബലം കൊടുത്തു, ഒരു സ്ട്രെസ് വന്നു. അത് റിലാക്സ് ചെയ്യുമ്പോൾ ആ ബോഡി വളരെയധികം റിലാക്സ് ആയി വരും. അപ്പോൾ ഒരു സ്ട്രെസ് കൊടുത്തിട്ട് റിലാക്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിലാക്സ് ആവാനുള്ള ചാൻസ് ഉള്ളത്. ആ മസിലുകളൊക്കെ വളരെയധികം വേഗം റിലാക്സ്ഡ് ആവും. ക്ലിയർ? അപ്പോൾ കാലിലോട്ട് ആദ്യം നിങ്ങൾ കാല് ശ്രദ്ധിക്കുക. കാൽപ്പത്തി, കാൽപാദം, ആ ഭാഗത്തോട്ട് ഒരു സ്ട്രെസ് കൊടുക്കുക. സ്ട്രെസ് കൊടുത്ത് ശേഷം ബ്രീത്തിങ് ചെയ്യുക. ബ്രീത്തിങ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബോഡിയിലെ എല്ലാ പാർട്ടിനും സ്ട്രെസ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് പാർട്ട് കാൽപാദമാണ്. സ്ട്രെസ് കൊടുത്തുകൊണ്ട് ബ്രീത്തിങ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് അത് റിലാക്സ് ചെയ്യുക. ക്ലിയർ? അതായത് ആദ്യം സ്ട്രെസ് കൊടുത്തുകൊണ്ട് ബ്രീത്തിങ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യുക. ഇത് 3 തവണ ചെയ്യുക. അപ്പോൾ കാല് അല്പം റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. ഇനി കാലിന് മുകളിലുള്ള ഭാഗം, മുട്ട് വരെയുള്ളൊരു ഭാഗം നമ്മൾ സ്ട്രെസ് കൊടുക്കുക, ബ്രീത്തിങ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യുക. അത് 3 തവണ കൊടുക്കുക. ശേഷം കാൽമുട്ടിന് മുതൽ തുടയില് അര വരെയുള്ള ഭാഗം, അങ്ങനെ നമ്മുടെ ഓരോ ഭാഗവും എടുത്തുകൊണ്ട് നമ്മൾ ആ ഭാഗത്തിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസം എടുക്കുക, സ്ട്രെസ് കൊടുക്കുക, റിലാക്സ് ചെയ്യുക, ഫ്രീ ആവുക. ഓക്കെ, 3 തവണ ഓരോ ഭാഗത്തിനും വേണ്ടി ചെയ്ത് നമ്മളുടെ ബോഡി ബ്രെയിൻ വരെ എത്തും. ബ്രെയിനും ഒരു സ്ട്രെസ് കൊടുക്കുക, സ്ട്രെസ് നമ്മൾ ഫീൽ ചെയ്യുക, ബ്രീത്തിങ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ 3 തവണ ഈ ബ്രീത്തിങ് ചെയ്തിട്ട് ഈ എക്സസൈസിലൂടെ കടന്നു പോകുമ്പോൾ ബോഡി ഫുള്ളി റിലാക്സ്ഡ് ആകും. ഓക്കെ, ബോഡി മാത്രമല്ല മൈൻഡും റിലാക്സ്ഡ് ആകും. ഇതൊരു നല്ല ടെക്നിക്കാണ്. ഇത് ഓരോ ദിവസവും ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഡീപ്പ് സ്ലീപ്പിൻ്റെ ഡെപ്ത് കൂടുതലായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലോട്ട് കടന്നു പോകാൻ പറ്റും. മറ്റൊന്നാണ്, നമ്മൾ ഇതേ എക്സസൈസ് ചെയ്തതിന് ശേഷം കിടന്നിട്ട് ഇതേ എക്സസൈസ് ചെയ്തതിന് ശേഷം മൈൻഡും ബോഡിയും കൂളായതിനു ശേഷം 100 മുതൽ 0 വരെ റിവേഴ്സ് ഓർഡറിൽ എണ്ണുക. അതായത് 100, 99, 98, 97 അങ്ങനെ 0 വരെ കൗണ്ട് ചെയ്യുക പതിയെ. അങ്ങനെ കൗണ്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഓരോ ബ്രീത്തും കൂടെ എടുക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണുമ്പോഴേക്കും നമ്മൾ ഉറക്കത്തിലോട്ട് വഴുതി പോയിട്ടുണ്ടായിരിക്കും. ഇത് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ വളരെ പെട്ടെന്ന് കൗണ്ട് ചെയ്യാൻ പിന്നെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും കൗണ്ട് തുടങ്ങുമ്പോഴത്തേനും ഒരു 5, 6 എടുക്കുമ്പോഴത്തേനും നമ്മൾ വളരെയധികം ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകും. കാരണം ശരീരം അത് പഠിച്ചു കഴിഞ്ഞു, മനസ്സും അത് പഠിച്ചു കഴിഞ്ഞു. യെസ്, ഇനി വേറൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, ഉറങ്ങുക എന്നുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലപ്പോഴും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓക്കെ അല്ല, എനിക്കൊരു വിഷമം പോലെ, ഉറക്കം ശരിയായിട്ടില്ല എന്ന് പറയുന്നവരാണ് കൂടുതലും. എന്തുകൊണ്ടാണ് ഈ ഉറക്കം ശരിയാവാത്തതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ലാസ്റ്റ് ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്നതാണ് നമ്മളുടെ ബ്രെയിൻ നമുക്ക് വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു എംപ്ലോയിയാണ്. ആരാണത്? ബ്രെയിൻ. അപ്പോൾ ബ്രെയിന് നമ്മൾ രാത്രി എന്താണോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അത് തന്നെയാണ് രാത്രി മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മൾ സിനിമ കണ്ടിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഹൊററാണ് എങ്കിൽ നമ്മൾ പേടിച്ച് എഴുന്നേൽക്കുന്നത് കുട്ടികളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ രാത്രി വളരെ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി വിഷമിക്കുന്ന പല സ്വപ്നങ്ങളും കാണാം. രാവിലെ ഒരു ക്ഷീണമായിട്ട് എഴുന്നേൽക്കുക, ഒരു എനർജി ഇല്ലായ്മ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുള്ളൊരു ടിപ്പാണ്, രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിനിപ്പോൾ വലിയ ചിലവൊന്നുമില്ലല്ലോ. നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച്, നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്, ആ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. സന്തോഷമുള്ള അനുഭവങ്ങളെക്കുറിച്ച്, പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം നിങ്ങൾ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം.
അത് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, പലപ്പോഴും നമുക്കുള്ളതല്ലേ. സാധാരണ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ടൂറ് പോവാണ്, അല്ലെങ്കിൽ ഒരു യാത്ര എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ട്, 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് വെച്ചാൽ നമ്മൾ 2 മണിക്ക് 3 മണിക്കൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കും. അലാറം അടിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ അലേർട്ടാണ്. നമുക്ക് ഫിയർ ഉണ്ട് നഷ്ടപ്പെടുമോ എന്നുള്ളത്. അതുപോലെ നമ്മൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, എല്ലാം ഹാബിറ്റാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇതിന് പുറകിൽ ഒരുപാട് ദിവസം ഇതേ രൂപത്തിൽ പോയിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണവും വിഷമവും പ്രയാസവും ഒക്കെ നമുക്കുണ്ടായിട്ടുള്ളത്. ഇനി റിവേഴ്സ് ഓർഡറിലോട്ട് കൊണ്ടുവരികയാണ് നമ്മൾ. അപ്പോൾ കുറച്ച് ദിവസം, ഈവൻ 11 ഡേയ്സ് ഓർ 21 ഡേയ്സ് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ വളരെയധികം ഗ്രോത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഓർക്കുക, ഉറക്കം എന്നുള്ളത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും. അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, ഹെൽത്തി ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ സമയം നിങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. താങ്ക് യു.